ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രമ്യയുടെ തീരുമാനത്തെക്കുറിച്ച് രുക്മിണി ചോദ്യം ചെയ്യുന്നു. രമ്യയെ, നീ ഇന്നും ആ രാജുവിന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? നിന്നെ അവിടെ കണ്ടവരുണ്ട്. അവരെന്നോട് പറഞ്ഞു. നീ എന്തു ഭാവിച്ചാ? നീ ഇപ്പോഴും വിവാഹം കഴിഞ്ഞ അവന്റെ പിന്നാലെ നടക്കുകയാണോ എന്ന് ചോദിച്ച് രുക്മിണി ബഹളം വെച്ചു. അപ്പോഴേക്കും രുക്മിണിയോട് രമ്യ പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. രാജുവിന്റെയും ഋതികയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും ഉടനെ ദേഷ്യത്തോടെ രുക്മിണി പറഞ്ഞു, ഓ അത് ശരി, അവരുടെ വിവാഹം കഴിയാത്തത് കൊണ്ടായിരിക്കലോ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത്. നീ എന്തൊക്കെയാ കൊച്ചി വിളിച്ചു പറയുന്നത്? സത്യത്തിൽ നിന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അതാ വേണ്ടത് എന്ന് രമ്യയോട് ദേഷ്യത്തോടെ രുക്മിണി പറഞ്ഞു. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക്. സമയം പോലെ ഞാൻ എല്ലാം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ രമ്യയോട് രുക്മിണി പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിന്റെ വിവാഹം തീരുമാനിച്ചു. നിന്റെ വിവാഹം നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ്. ബ്രോക്കറോട് നിനക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കാനും പറഞ്ഞു കഴിഞ്ഞു. ഉടനെ തന്നെ ബ്രോക്കറെ ഏതെങ്കിലും ഒരു പയ്യനുമായി എത്തും. അതുകൊണ്ട് തന്നെ നിന്റെ വിവാഹം ഉടനെ നടത്താനാണ് എൻ്റെ തീരുമാനം. അതിന് നീ എതിര് പറയാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അത് കേട്ടതും രമ്യ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ ജീവിതത്തില് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അയാളോടൊപ്പമേ ഞാൻ ജീവിക്കുകയും ചെയ്യുകയുള്ളൂ. അതിന് അമ്മ ഇനി ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, അയാളെ അല്ലാതെ മറ്റാളെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് രമ്യ കർക്കശമായി രുക്മിണി അമ്മയോട് പറയുന്നു. രുക്മിണി അമ്മ ദേഷ്യത്തോടെ, എന്തായാലും നിന്നെ നേർവഴി നിലനിർത്താൻ കഴിയില്ലല്ലോ ഈശ്വര, ഇവളെ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് രുക്മിണി അമ്മ നിൽക്കുന്നു. അതിനുശേഷം കാണുന്നത് ആകെ വിഷമത്തോടിരിക്കുകയാണ് ഋതിക. ഋതിക രാത്രിയിൽ രാജു നല്ല സുഖം ഉറക്കം ഉറങ്ങുമ്പോൾ ഋതിക ബെഡിലിരുന്ന് കരയുന്നു. വിവാഹത്തിന് മുൻപ് രാജുവിന്റെ വീട്ടിലേക്ക് താൻ വരുന്നതിന് മുമ്പ് പല സന്ദർഭത്തിലും തനിക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യത്തിലും തനിക്ക് തുണയായി വന്ന രാജുവിനെ കുറിച്ച് ഋതിക ഓർമ്മിച്ചു. അന്ന് രാജു ഋതികയോട് പറഞ്ഞ വാക്ക്, ഏത് നിമിഷവും ഏത് പ്രതിസന്ധി സമയത്തും എന്നെ വിളിച്ചാൽ മതി, ഒരു വിളിപ്പാടകലെ ഈ രാജു മേടത്തിനരികിലുണ്ടാവും എന്ന്. അങ്ങനെ പറഞ്ഞ രാജുവിന്റെ ഈ സ്വഭാവം അത് ആകെ മാറിപ്പോയല്ലോ. രാജു ഇപ്പോ അന്ന് ഞാൻ സ്നേഹിച്ച ആ രാജു അല്ലത്. എന്നോട് കാണിച്ച സ്നേഹവും അടുപ്പവും ഒക്കെ കണ്ടപ്പോ അത് രാജുവിന് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ എൻ്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് എന്നോട് കാണിച്ചതെന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. എന്തായാലും ഇത് രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് പാവം ഋതിക അങ്ങ് നിന്നു. ഉടനെ ഋതികയോട് ഋതിക ഇരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഋതികയുടെ കരച്ചിൽ കേട്ട് രാജു കണ്ണു തുറന്നു നോക്കി. ഈ സമയത്ത് എന്താ ഇങ്ങനെ ഇരുന്നൊരു കരച്ചിൽ എന്ന് രാജു ചിന്തിച്ചു. വേഗം എഴുന്നേറ്റ് രാജു ഋതികയെ വിളിച്ചു. ഋതിക, മേഡം എന്തിനാ ഇങ്ങനെയൊക്കെ ഇരുന്ന് കരയുന്നത്? ഈ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന കരയാൻ ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചത്. ഋതിക പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല രാജു. ഇന്ന് ഇവിടെ രാധമ്മയും വേണുവങ്കളും ഒക്കെ നടത്തിയ പൂജയും വഴിപാടും ഒക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുമിച്ചുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് രാജു എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, അതൊക്കെ വെറുതെയാകും മേഡം, അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ടതും വീണ്ടും ദേഷ്യത്തോടെ ഋതിക പറഞ്ഞു, രാജു എന്ന് വിളിച്ചതും രാജു പറഞ്ഞു, മേഡം വെറുതെ അതും ആലോചിച്ചിരുന്ന് വെറുതെ ഉറക്കം കളയാതെ കിടന്നുറങ്ങാൻ നോക്കൂ മേഡം എന്ന് പറഞ്ഞതും ഋതിക പറഞ്ഞു, രാജുവിനോട് ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രാജുവിന് ഉറക്കം വരുന്നെങ്കിൽ കിടന്നുറങ്ങിക്കോ രാജു, എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞ് രാജുവിനോട് ദേഷ്യപ്പെട്ടു. ഋതിക ദേഷ്യപ്പെടുന്നത് കേട്ട് രാജു പിന്നൊന്നും മിണ്ടാതെ വേഗം കിടന്നു. അതിനുശേഷം ഋതികയും കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ബെഡിലേക്ക് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ പ്രതാപവർമ്മയുടെ വീട്ടിൽ ദീപക്കും അംബികയും പരസ്പരം സംസാരിച്ചു. ഇന്നല്ലേടാ പ്രതാപം വരുന്നത്, ഇന്ന് പ്രതാപന്റെ ഫ്ലൈറ്റ് വന്ന് കാണുമോ എന്ന് ചോദിച്ചപ്പോ ദീപക് പറഞ്ഞു, അമ്മാവൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ, ഇപ്പോ ഓൺ ദ വേ ആണ്, എനിക്ക് തോന്നുന്നത് എത്താറായിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അംബിക യാമിനിയെ വിളിക്കണം. യാമിനി കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് എത്തിയതും എന്താ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും യാമിനിയോട് അംബിക പറഞ്ഞു, യാമിനി, പ്രതാപൻ എത്താറായി. പ്രതാപൻ വന്നു കഴിയുമ്പോൾ എല്ലാ സത്യങ്ങളും പ്രതാപനോട് പറയണ്ടേ. അത് കേട്ടതും യാമിനി ചോദിച്ചു, എന്ത് സത്യം, എന്ത് പറയുന്ന കാര്യ?
എടുത്തി ചേച്ചി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും യാമിനിയോട് വീണ്ടും അംബിക പറഞ്ഞു, ദേ യാമിനി, നീ വെറുതെ കളിക്കില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യങ്ങളൊക്കെ പ്രതാപനോട് തുറന്നു പറയുന്നതാണ് നല്ലത്. എല്ലാ സത്യങ്ങളും പ്രതാപനെ അറിയിക്കണം. സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്നറിയാവോ? ഇനി അഥവാ നീ പറഞ്ഞില്ലെങ്കിൽ തന്നെ എന്നാണെങ്കിലും എല്ലാ കാര്യവും പ്രതാപൻ അറിയും. അന്ന് ഈ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള ആ രഹസ്യം ഞാനൊന്ന് പ്രതാപനോട് പറഞ്ഞാൽ പിന്നെ പ്രതാപന് നിന്റെ മേലുള്ള ഈ സിമ്പതിയും സ്നേഹമൊന്നും പിന്നീട് ഉണ്ടായെന്ന് വരില്ല. മനസ്സിലായോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതോടെ അവിടേക്ക് എത്തിയ ശേഖരൻ ചോദിച്ചു, യാമിനി, എന്താ എന്താ പറ്റിയത്? ഉടനെ ശേഖരന്റെ ചോദ്യം കേട്ട് അംബിക പറഞ്ഞു, ഓ, എന്തു പറ്റാൻ, ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും യാമിനി വേഗം തന്നെ അങ്ങനെ പറഞ്ഞത് കേട്ട് ഇപ്പോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാമിനിയുടെ അരികിലേക്ക് എത്തിയ ശേഖരൻ ചോദിച്ചു. ശേഖരനകത്തേക്ക് എത്തി ചോദിച്ചു, എന്താ യാമിനി, എന്താ പ്രശ്നം? അപ്പോഴാണ് യാമിനി പറഞ്ഞത്, ഒന്നുമില്ല ശേഖരട്ട എന്ന് പറഞ്ഞപ്പോ അംബിക ചോദിച്ചു, എന്താ ശേഖര, നീ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കെന്താ യാമിനിയോട് സംസാരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ശേഖരൻ പറഞ്ഞു, അത് ചേച്ചി യാമിനിയോട് എന്തോ ഭീഷണിപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വെറുമൊരു സംസാരമായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു, ശേഖര, വേണ്ട, ഞാൻ നിന്റെ ചേച്ചിയാ, അത് നീ മറക്കണ്ട. എനിക്ക് നിന്റെ ഭാര്യയുടെയും സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഞാനേ നിന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് ഗൗരവത്തോടെ അംബിക പോകുന്നു. അതിനുശേഷം ശേഖരനും അംബികയും തമ്മിൽ സംസാരിച്ചുകൊണ്ടങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രതാപൻ അവിടേക്ക് എത്തുന്നത്. പ്രതാപനകത്തേക്ക് കയറി വരുന്നത് കണ്ടതോടെ വളരെ സന്തോഷത്തോടെ അംബിക പ്രതാപനെ സ്വീകരിക്കുന്നു. ശേഖരനും ഏട്ടൻ വന്നതിന്റെ സന്തോഷം പങ്കുവെക്കുമ്പോൾ, യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഏട്ടാ? എല്ലാം നന്നായിരുന്നു എന്ന് പ്രതാപൻ മറുപടി നൽകി. അപ്പോഴേക്കും അംബിക പറഞ്ഞു, പ്രതാപ, അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് അംബിക വേഗം ആരതി തട്ട് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ പ്രതാപനെ ആരതി ഒഴിഞ്ഞ് ചന്ദനവും കുങ്കുമവും തൊടിയിക്കണം. അത് സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിച്ച് അങ്ങനെ പ്രതാപൻ നിൽക്കുമ്പോഴാണ് അംബിക പറഞ്ഞത്, പ്രതാപ, എന്തായാലും ഈ യാത്ര എല്ലാം നല്ല രീതിയിലായിരുന്നല്ലോ അല്ലെ, എല്ലാം മംഗളകരമായല്ലോ അല്ലെ എന്ന് ചോദിച്ചതും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ യാത്ര മുന്നോട്ട് പോയത് എന്നറിയിച്ചു. ഉടനെ തന്നെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോ അംബിക പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്തായാലും ഈ ഇലക്ഷന് എന്റെ അനുജൻ തന്നെ വിജയിക്കും. അപ്പോഴാണ് ശേഖരൻ ചോദിച്ചത്, എടാ, എന്തായിരുന്നു ശരിക്കും ഡൽഹി യാത്രയിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് ചോദിച്ചപ്പോ പ്രതാപൻ പറഞ്ഞു, ഈ ഒരു ഇലക്ഷന് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്നാൽ എന്റെ വിജയം അവർ സുനിശ്ചിതമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇങ്ങനൊരു വിജയം ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് എന്ത് സ്ഥാനമാണ്, ഏത് പദവിയാണ് ഇനി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും, പിന്നെ വിജയത്തിന് ശേഷം പാർട്ടിയിൽ നടത്താൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും പ്രധാന ചില തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു ചർച്ച എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും എല്ലാത്തിൻ്റെയും എല്ലാ മറുപടികളും കേട്ട് കഴിഞ്ഞ് അങ്ങനെ നിന്ന അംബിക പറഞ്ഞു, അതേ മോനെ, നിനക്ക് ഏത് മന്ത്രിസ്ഥാനമാണ് കിട്ടാൻ പോവുക എന്ന് ചോദിച്ചപ്പോ പ്രതാപൻ പറഞ്ഞു, ഇപ്പം വിദ്യാഭ്യാസമാണല്ലോ, ഇനിയുള്ളത് ആഭ്യന്തരമാണ്, ചിലപ്പോ അതും കിട്ടിയേക്കും. ഏതായാലും ഒരു മന്ത്രിസ്ഥാനം എനിക്കുണ്ട് എന്ന കാര്യത്തിൽ ചേച്ചി പേടിക്കണ്ട എന്ന് പ്രതാപൻ അറിയിച്ചു. അപ്പോഴേക്കും വീണ്ടും അംബിക പറഞ്ഞു, മോനെ, നീ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണുന്നതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ചേച്ചി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അംബിക ചോദിച്ചത്, അല്ല യാമിനി, നിനക്കെന്തോ പ്രതാപനോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞോ യാമിനി എന്ന് പറഞ്ഞതും പെട്ടെന്ന് പ്രതാപൻ ചോദിച്ചു, ഓ, അത് ശരിയാ, യാമിനി ഇടയ്ക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായാലും അന്ന് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം വിളിക്കാമെന്ന് ഞാൻ മെസ്സേജ് അയച്ചെങ്കിലും അന്ന് എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഒന്നും മിണ്ടാതെ യാമിനി അങ്ങ് നിൽക്കുമ്പോ അംബിക പറഞ്ഞു, യാമിനി, നീ പറ, എന്താ പ്രതാപനോട് പറയാനുള്ളതെന്ന് വെച്ചാ.
ഉടനെ പ്രതാപൻ ചോദിച്ചു, എന്താ യാമിനി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, സോറി, എനിക്കൊന്ന് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല എന്ന് പ്രതാപൻ സോറി കൂടി പറഞ്ഞത് കേട്ട് അംബികയുടെ ആ നിർബന്ധം കൂടി ആയപ്പോ യാമിനി ആകെ പ്രശ്നത്തിലായി. യാമിനി എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ചു നിന്നപ്പോ, അത് പിന്നെ പ്രതാപേട്ട, വേറൊന്നുമല്ല, ഞാൻ വിളിച്ചത് എനിക്ക് എന്റെ അല്ല, ശേഖരേട്ടൻ പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. ഉടനെ ശേഖരനെ പ്രതാപൻ നോക്കി. എന്താ ശേഖര എന്ന് ചോദിച്ചതും പ്രതാപനോട് ശേഖരൻ പറഞ്ഞു, അത് പിന്നേട്ടാ, മില്ലിലെ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. എന്തായാലും ചേട്ടനെ അപ്പൊ കിട്ടിയതുമില്ല, അതുകൊണ്ട് മില്ലിലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു എന്ന് പറഞ്ഞു. പ്രധാനാകെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ ശേഖരൻ പറഞ്ഞു, എന്തായാലും ഏട്ടൻ പോയിട്ട് ആകെ ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത്, ചേട്ടൻ എന്തായാലും പോയി കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് വാ, ഫ്രഷ് ഒന്നാവ്, അപ്പൊ അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പിന്നെ അന്നേരം വിളിച്ചപ്പോ അത്യാവശ്യമായിരുന്നു, പിന്നീട് മില്ലിലെ കാര്യം ഞാൻ തന്നെ അങ്ങ് പരിഹരിച്ചു, അതുകൊണ്ട് ഇനി അതോർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് പ്രതാപനോട് ശേഖരൻ പറഞ്ഞു. എന്നാ ശരി, യാമിനി, ഋതിക, ഋതുവും രാജുവും വന്നില്ലേ, ഋതികയും രാജു എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, അവര് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പ്രതാപേട്ട എന്ന് യാമിനി അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് പ്രതാപം വേഗം റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അംബിക ഉടനെ ശേഖരനോടും യാമിനിയോടും പറഞ്ഞു, അതെ, ഒന്നവിടെ നിന്നേ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ പ്രതാപന് മുന്നിൽ പറയിപ്പിക്കുമെന്ന് തീരുമാനിച്ചാലേ ഈ അംബിക അത് ചെയ്യിച്ചിരിക്കും. അതിന് ഇനി ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കിയാലും അത് നടപ്പാവാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ തന്നെ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് അംബികയുടെ വാക്കുകൾ കേട്ട് ശേഖരനും യാമിനിയും. അപ്പോഴേക്കും ഋതികയും രാജുവും അവിടേക്ക് എത്തി. ഇരുവരും അകത്തേക്ക് കയറി വന്നതും ഋതികയും രാജുവും ചോദിച്ചു, എന്താ, എന്തു പറ്റി, എന്തേലും പ്രശ്നമുണ്ടോ, പ്രതാപൻ സാർ വന്നോ, വർമ്മ സാർ എത്തിയോ എന്ന് രാജു അന്വേഷിച്ചു. ശേഖരൻ അപ്പോഴേക്കും പറഞ്ഞു, വന്നു രാജു എന്ന് പറഞ്ഞപ്പോ, എന്നാ ചേട്ടൻ ഒന്ന് ഫ്രഷ് ആകാൻ പോയിരിക്കുകയാണ് എന്ന് ശേഖരൻ മറുപടി നൽകി. ഉടനെ തന്നെ ഋതിക അരികിലേക്ക് എത്തിയിട്ട് യാമിനിയോട് ചോദിച്ചു, എന്താ എന്താ ചെറിയമ്മയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഒന്നുമില്ല എന്ന് ഋതികയോട് യാമിനി മറുപടി നൽകി. ഉടനെ അടുത്ത് നിന്ന് ശേഖരനെ നോക്കി രാജു പറഞ്ഞു, ശേഖരൻ സാറേ, നമ്മുടെ പാർട്ടി പ്രവർത്തകർ കുറച്ച് പേർ പുറത്ത് കാത്തുവെപ്പുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോ ശേഖരൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോകാൻ രാജു എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടി രണ്ടുപേരും ശേഖരനും രാജുവും പുറത്തേക്ക് പോന്നു. ഈ സമയത്ത് യാമിനിയും ഋതികയും കൂടി റൂമിലേക്ക് പോവുകയും ചായ കൊടുക്കാമെന്ന് പറഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ടുപോയി ചായ കൊടുക്കുന്ന പറഞ്ഞിട്ടാണ് ശേഖരൻ പോയത്. അതുകൊണ്ട് യാമിനിയും ഋതികയും വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ദീപക് അരികിലേക്ക് എത്തി അംബികയോട് ചോദിച്ചു, അമ്മേ, ഇത്തവണയും അമ്മായി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു, ഇല്ല, പ്രതാപനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അത് ശരി തന്നെയാണ്, പക്ഷെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും, അക്കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടതും എന്താ എന്താ അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു, എടാ, യാമിനിയെ കൊണ്ടും ശേഖരനെ കൊണ്ടും തന്നെ എല്ലാ സത്യങ്ങളും പ്രതാപന് മുന്നിൽ ഞാൻ പറയിപ്പിക്കും, അത് എനിക്കിപ്പോ വാശിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അംബിക അറിയിച്ചു. അതിനുശേഷം കാണുന്നത് രുക്മിണി അമ്മ രാധമ്മയും വേണുവിനെയും വിളിച്ചുകൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് എത്തി. രാധമ്മേ, ഇവിടെ ആരും ഇല്ലേ എന്ന് രുക്മിണി ബഹളം വെച്ചു. അപ്പോ മുറി തൂത്തുകൊണ്ടിരുന്ന പ്രിയ ചൂരുമായിട്ട് അവിടേക്ക് എത്തി. രുക്മിണി ചേച്ചിയോ, എന്താ രുക്മിണി ചേച്ചി, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ഉടനെ രുക്മിണി പറഞ്ഞു, അതെ, ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ, നീ എന്താ രാവിലെ ചൂലുമായിട്ട് വന്നിരിക്കുന്ന പ്രിയെ എന്ന് ചോദിച്ചപ്പോ പ്രിയ പറഞ്ഞു, ഞാനത് റൂം തൂക്കുമായിരുന്നു, അപ്പോഴല്ലേ ഇവിടുന്ന് രുക്മിണി ചേച്ചി വിളിച്ചത്, അതുകൊണ്ട് വന്നതാ. അല്ല, എന്താ ആവശ്യം എന്ന് ചോദിച്ചപ്പോ ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് അന്വേഷിച്ചു. വേറെ ആരും ഇല്ലേന്നോ, അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ വീണ്ടും രുക്മിണി പറഞ്ഞു, അതെ, രാധമ്മയും വേണുവില്ലേ എന്നാ, രാധമ്മയും നിന്റെ അച്ഛനും ഇല്ലെന്നാ ഞാൻ അന്വേഷിച്ചത്, അവർ രണ്ടുപേരോടും കൂടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എൻ്റെ മോള് അവരുടെ മകന്റെ പിന്നാലെയാണല്ലോ, അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, ഞാൻ അച്ഛനെയും അമ്മയും വിളിക്കാം എന്ന് പറഞ്ഞ് രാധമ്മയും
വേണുവിനെയും പ്രിയ വിളിക്കുന്നു. രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. രുക്മിണിയമ്മയോ, എന്താ രുക്മിണി, അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു രാധമ്മ രുക്മിണിയെ ക്ഷണിച്ചതും രുക്മിണി പറഞ്ഞു, അകത്തേക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിരുന്നുണ്ണാൻ വേണ്ടി വന്നതല്ല ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ കാരണം എൻ്റെ മക്കളുടെ ജീവിതം, രണ്ടുപേരുടെയും ജീവിതം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകളുടെ ജീവിതമെങ്കിലും നേരെ രീതിയിൽ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അവളെ വിവാഹം കഴിപ്പിച്ചയക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ചടങ്ങുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മകനെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് അവളിപ്പോഴും. നിങ്ങളുടെ മകൻ എവിടുന്നോ ഒരു പെണ്ണെ വിളിച്ചുകൊണ്ട് വന്ന് അവനിപ്പോൾ ഒരു ജീവിതമായി. എന്നിട്ടും രമ്യ നിങ്ങളുടെ മകനെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മകനോട് പറയണം അവളോട് ഒന്ന് സംസാരിക്കാൻ. ഇത് കേട്ടതും രാധമ്മ പറഞ്ഞു, എന്താ രുക്മിണിയമ്മേ ഈ പറയുന്നത്? ഞങ്ങൾ രമ്യ മോളുടെ കാര്യം സംസാരിച്ചില്ലെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങളെല്ലാവരും എത്ര തവണ പറഞ്ഞതാണെന്നറിയാവോ? രാജുവിൻ്റെ പിന്നാലെ ഇനി നടക്കേണ്ട കാര്യമില്ല എന്നും അവളൊരു ജീവിതമായെന്നും. പക്ഷേ രമ്യ കേൾക്കണ്ടേ? അപ്പോഴേക്കും രുക്മിണി പറഞ്ഞു, എന്തായാലും അവൾ നിങ്ങളുടെ മകൻ്റെ പിന്നാലെ തന്നെയാണ്. അവനെ വിവാഹം കഴിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിന് ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കണം. ഈ ഒരു പ്രശ്നം നിങ്ങൾ എങ്ങനെ ഇല്ലാതാക്കണം? ഇത് കേട്ടതും വേണു ചോദിച്ചു, അത് ശരി, നിങ്ങളുടെ മകള് ഞങ്ങളുടെ മകൻ്റെ പിന്നാലെ നടക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അത് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കി ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കേണ്ടത്. പകരം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് രാധമ്മയോ വേണുവും ദേഷ്യത്തോടെ രുക്മിണി അമ്മയോട് അന്വേഷിച്ചു. രുക്മിണി പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും അറിയണ്ട, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും ജീവിതം നിങ്ങളുടെ കുടുംബം കാരണം തകർന്നിരിക്കുകയാണ്. എൻ്റെ മകളുടെ ജീവിതമെങ്കിലും എനിക്കൊരു നല്ല നിലയിലാക്കണം. അതുകൊണ്ട് അവൾക്ക് വിവാഹാലോചനകളൊക്കെ കൊണ്ടുവരാനായി ഞാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ അതിനൊന്നും തയ്യാറാകുന്നില്ല. നിങ്ങൾ എങ്ങനെയും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ വേണു പറഞ്ഞു, അത് ശരി, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത മകളാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങൾ ആദ്യം മകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൾക്ക് അതൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം നിങ്ങളുടെ ഭർത്താവിനോട് പറ, പിള്ളച്ചേട്ടനോട്. പിള്ളച്ചേട്ടൻ കാര്യങ്ങളൊക്കെ മോളെ പറഞ്ഞ് ധരിപ്പിക്കട്ടെ. എന്നിട്ടും അവളൊന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് നല്ല അടിയുടെ കുറവാ. അത് നിങ്ങൾ കൊടുത്താൽ മതി. രണ്ടടി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവൾ നേരെ ആയിക്കോളും. അതെ, അല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞു. രുക്മിണി അപ്പോഴേക്കും ദേഷ്യത്തോടെ ഇരുവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ന് ഈ കുടുംബത്തേക്ക് വന്നോ അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ നാശം. നിങ്ങളുടെ കുടുംബം വന്നതോടെയാണ് ഞങ്ങളുടെ കുടുംബം തകർന്നത്, ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇല്ലാതായത്. ഇങ്ങനെയൊരു നശിച്ച കുടുംബം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രുക്മിണി ശപിക്കുന്നത് കേട്ട് രാധമ്മ പറഞ്ഞു, അതെ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മകൾ അനുസരണക്കേട് കാണിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ വരുന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ രുക്മിണിയമ്മേ, ഇങ്ങനെ രാവിലെ വീട്ടിൽ കയറി വന്ന് നടവാத കാര്യം ഇത് നിങ്ങളുടെ വീടൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഇതുപോലെ ശാപവാക്കുകൾ പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് രാധമ്മ അറിയിച്ചു. അപ്പോഴാണ് പ്രിയ പറഞ്ഞത്, രുക്മിണീജി, ഞാനും രമ്യയോട് പറഞ്ഞതാണ് ഇങ്ങോട്ടുള്ള രമ്യയുടെ വരവൊക്കെ നിർത്താനായിട്ട്. പക്ഷേ രമ്യ കേൾക്കണ്ടേ? രമ്യ പറയുന്നത് ഇത് രമ്യയുടെ വീടാണെന്നും അതുകൊണ്ട് ഇവിടെ എപ്പോൾ വേണമെങ്കിലും രമ്യക്ക് കയറി ഇറങ്ങാവുന്നതാണ്. പിന്നെന്താ ഞങ്ങൾ പറയുക രുക്മിണി ചേച്ചി എന്ന് രമ്യയെക്കുറിച്ച് പ്രിയ താൻ പറയുമ്പോൾ രമ്യ പറയാറുള്ള മറുപടി എന്താണെന്ന് രുക്മിണി അമ്മയെ ധരിപ്പിക്കുന്നു. എല്ലാം കേട്ടതോടെ രുക്മിണിയെ കലിതുള്ളി അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണുന്നത് ദീപകൻ അംബികയും ദീപക്കും കിച്ചണിൽ ചായ ഇടുന്ന തിരക്കിൽ. അംബികയോട് ദീപക് ചോദിച്ചു, അമ്മ എന്തിനാ ഇപ്പൊ പോയി ചായ ഇടാൻ പോയത്? ഇപ്പൊ എന്താ, ഇതാണോ അത്യാവശ്യം എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു, എടാ മോനെ, ഇതുകൊണ്ടൊരു പണിയുണ്ട്. യാമിനി എന്തായാലും സത്യങ്ങളൊക്കെ പ്രതാപനോട് പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവളുടെ നാവുകൊണ്ട് തന്നെ അത് പറയിക്കാനൊരു പോംവഴിയുണ്ട്. തൽക്കാലം നമുക്ക് ഋതിക്കിട്ടൊരു പണി കൊടുക്കാം. അത് കേട്ടതും ദീപക് ചോദിച്ചു, എന്ത് പണിയാ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഉടനെ അംബിക പറഞ്ഞു, ഈ ചായ ഞാൻ ഋതികയ്ക്കായിട്ട് കൊണ്ടുപോകും. ഋതികയുടെ അരികിലേക്ക് എത്തി ഈ ചായ ഞാൻ ഋതികയുടെ കയ്യിലേക്ക് ഒഴിക്കും. ചൂട് കാരണം അവളോട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കണ്ട് യാമിനി ചോദ്യം ചെയ്യാനെത്തിയേക്കും. അപ്പോൾ യാമിനിയോട് സത്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ഋതികയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് പറയാം. ഋതികയെ ഭയങ്കര കാര്യമായതുകൊണ്ട്, ഋതികയെ യാമിനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഋതികയ്ക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യങ്ങൾ യാമിനി ചെയ്യില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഭർത്താവിനോടെല്ലാം പറയാൻ
യാമിനി തയ്യാറാകും. അത് കേട്ടതും ഉടനെ ദീപക് പറഞ്ഞു, അമ്മേ, അങ്ങനെയാണെങ്കിൽ അമ്മ ഇത് വേഗം തന്നെ ചെയ്യേ. അപ്പോഴാണ് ഋതികയുമായ റൂമിലേക്ക് എത്തിയ യാമിനി ഋതികയുടെ വലിയ ഗൗരവത്തോടെ നിന്നു. അപ്പോഴും ഋതിക ചോദിച്ചു, എന്താ ചെറിയമ്മേ, എന്താ പ്രശ്നം? ചെറിയമ്മ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അത് വേറൊന്നുമല്ല, നീ എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ ഋതുമോളെ എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു, ഞാൻ ചെറിയമ്മയോട് എന്ത് മറച്ചു വെക്കാനാ? ഞാൻ എല്ലാ കാര്യങ്ങളും ചെറിയമ്മയോട് പറയാറുള്ളതല്ലേ. പിന്നെ എന്താ ചെറിയമ്മയ്ക്ക് ഇങ്ങനൊരു സംശയം എന്ന് ചോദിച്ചപ്പോൾ യാമിനി ചോദിച്ചു, ഒന്നും ഇന്നേവരെ നീ മറച്ചു വെച്ചിട്ടില്ല. ഇല്ല ചെറിയമ്മേ എന്ന് യാമിനിയോട് വീണ്ടും ഋതിക സത്യം ചെയ്ത് പറഞ്ഞു. അത് കേട്ടതും യാമിനി ചോദിച്ചു, ആ എന്നിട്ടാണോ നീ എന്ന് പറഞ്ഞ് ഋതികയുടെയും രാജുവിൻ്റെയും വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ യാമിനി ഒരുങ്ങുമ്പോൾ ഋതുമോളെ എന്ന് വിളിച്ച് വേഗം ഡോറ് തുറന്ന് അംബിക ചായയുമായി അകത്തേക്കെത്തി. അംബിക ചായയുമായി അകത്തേക്ക് വരുന്നത് കണ്ട് അതിശയപ്പെട്ട് നോക്കുകയാണ് യാമിനി ഋതു. ഉടനെ അംബിക പറഞ്ഞു, ഋതുമോള് വന്നിട്ട് ചായ പോലും കുടിച്ചില്ലല്ലോ, ദാ ഈ ചായ കുടിക്കുന്ന പറഞ്ഞ് ചായയുമായി അംബിക ഋതുക്കരികിലേക്ക് നടന്നെടുത്തു.